മൾട്ടിപ്ലിക്കേഷൻ ബൈ 11. ഒരു നമ്പറിനെ 11 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഒരു നമ്പർ എടുക്കാം, 132410. ഓക്കെ, ഇൻറ്റു 11. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് അതുപോലെ തന്നെ റിസൾട്ടിലേക്ക് എഴുതുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 ഒന്നുകൂടെ കൂട്ടുക. 3 1 4, ആ 4 കൂടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സക്സീഡിങ് ഡിജിറ്റ്, അതായത് 3 2 കൂടെ കൂട്ടുക. 3 2 5. പിന്നീട് 4 2 കൂടെ കൂട്ടുക. 4 2 6. പിന്നീട് 4 ഒന്നുകൂടി കൂട്ടുക. 4 1 5. പിന്നെ 1 0 കൂടെ കൂട്ടുക. 1. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 0 അതുപോലെ ഇവിടെ ഇട്ട് എഴുതുക. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അല്ലാതെ ഇത് റിസൾട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു 3 മുതൽ 4 സെക്കൻഡിനുള്ളിൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ കഴിയും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 432 ഇൻറ്റു 11. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 4 അതുപോലെ 4 റിസൾട്ടിലേക്ക് എഴുതുക. പിന്നെ 4 3 കൂടെ കൂട്ടുക. 4 3 7. അതിനുശേഷം ഈ 3 2 കൂടെ കൂട്ടുക. 3 2 5. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 അതുപോലെ റിസൾട്ടിൽ എഴുതുക. 2. ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നവർ ചെയ്യാറുള്ള മിസ്റ്റേക്കാണിത്. അവസാനമുള്ള 2 എഴുതാറില്ല, മറന്നു പോകാറുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാസ്റ്റ് ഈ 2 അതുപോലെ എഴുതുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 2781 ഇൻറ്റു 11. ഡയറക്റ്റ് ഞാൻ ആൻസർ എഴുതാൻ പോവുകയാണ്. ഡയറക്റ്റ് എഴുതുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒരു ക്യാരി വരുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 2 അതുപോലെ 2 ഇങ്ങോട്ട് എഴുതുക. പിന്നെ 7 2 9. ഇനി അടുത്ത വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 7 8. 8 7 15 ഈ 15 അതുപോലെ എഴുതാൻ പാടില്ല. 15 5 ശിഷ്ടം 1 ഇവിടെ എഴുതണം. പിന്നെ അടുത്താണ് 8 3. 8 3 11. 11 1 ശിഷ്ടം 1. 3 1 4. അത് കഴിഞ്ഞിട്ട് 1 അതുപോലെ എഴുതുക. റിസൾട്ട് ഇങ്ങോട്ട് എഴുതുക. 1 4 1 5 1 6 9 1 10 0 ശിഷ്ടം 1 2 1 3. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 48 ഇൻറ്റു 11. 4 12 2 ശിഷ്ടം 1 8 അതുപോലെ എഴുതുക. റിസൾട്ടാണ് 5 2 8. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ട്രിക്കാണിത്. ഓക്കെ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു റാൻഡംലി ഒരു 10 15 നമ്പർ എഴുതി അതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് സ്റ്റോർ ആകുന്നതായിരിക്കും. പിന്നീട് ഇതൊരിക്കലും മറന്നു പോകാറില്ല.